ചില അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരാൾ ഫെഡപ്പായി എനിക്കിനി വേണ്ട ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് എടുത്തിട്ട് ആദ്യമേ അങ്ങ് പോകും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷേ എപ്പോഴും എൻ്റെ ഇത് പ്രതീക്ഷിക്കരുത്, നിൻ്റെയാണ് തെറ്റ്, നീ അത് മനസ്സിലാക്കി പെരുമാറണമെന്ന് പറയും. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകും. പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും വീണ്ടും അവർ പറയും, അല്ലെങ്കിൽ പറ്റൂല, എനിക്ക് നിന്നെ മതിയായി എന്ന് പറഞ്ഞ് വീണ്ടും ബ്രേക്കപ്പ് എടുത്തിട്ട് പോകും. എന്നിട്ട് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് ഇതേ ഒരു രീതി കണ്ടിന്യൂ ചെയ്യാം. ഇവരൊരിക്കലും ആ തെറ്റ് അവരുടെ ആയിരുന്നു എന്ന് സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, എപ്പോഴും ബ്ലെയിം മറ്റയാളുടെ പുറത്ത് ഇടുകയും ചെയ്യും. പക്ഷെ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ അവർ മറച്ചു പിടിക്കുന്നതിൻ്റെ ഒരു രീതിയാണിത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ബ്രേക്കപ്പ് എടുത്ത് പോകുന്ന വ്യക്തി ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ആ പോകുന്നത് കാണിക്കുന്നത് അയാൾക്ക് ആ ഡോമിനൻസ് എപ്പോഴും വേണം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ബ്രേക്കപ്പ് എടുക്കുന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചും വരുന്നത്. അയാൾക്ക് ഡോമിനൻസ് എടുക്കണമെന്ന് മാത്രമല്ല, അയാളുടെ ഭാഗം എപ്പോഴും ശരിയായിരിക്കണമെന്നുകൊണ്ട് മറ്റേയാൾ എപ്പോഴും തെറ്റായിട്ട് അപ്പോളജറ്റിക് ആയിട്ട് ഒരു സപ്രസീവ് പൊസിഷനിൽ നിർത്തുക എന്നുള്ളതും അയാളുടെ ആവശ്യം തന്നെയാണ്. ഇത്തരം റിലേഷൻഷിപ്പിൽ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണറിന് ഒരു സെൽഫ് ഡൗട്ട് തുടങ്ങും. ഇനി ഞാൻ കാരണമാണോ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത്? എനിക്ക് ശരിക്കും എൻ്റെ ലവറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടോ? ഇതെല്ലാം ഇനി എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണോ എന്നൊക്കെ. സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരാളാണ് അബ്യൂസർ എങ്കിലും പോകെ പോകെ 2 പേർക്കും ഇഷ്യൂസ് കണ്ടു തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്തരം സിറ്റുവേഷൻസ് ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റ് സമയത്ത് ഹെൽപ്പ് സജസ്റ്റ് ചെയ്യുക.